വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തകളും. നേപ്പാളിലേക്കാണ് ആദ്യം പോകുന്നത്. നേപ്പാളിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. ജൻസി പ്രക്ഷോഭം ആളിപ്പടർന്നതോടെയാണ് ഈ നടപടി. അടിയന്തര ക്യാബിനറ്റ് യോഗമാണ് തീരുമാനമെടുത്തത്. പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന യുവാക്കളോട് നേപ്പാൾ വാർത്താ വിതരണ മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രക്ഷോഭകർക്കെതിരായ പോലീസ് നടപടിയിൽ 19 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാജ്യസുരക്ഷയുടെ പേരിലാണ് 23 സമൂഹ മാധ്യമ സൈറ്റുകൾ പിൻവലിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ രാജി, അഴിമതികളിൽ അന്വേഷണം അടക്കമുള്ള ആവശ്യമുന്നയിച്ച് കാഠ്മണ്ഡുവിൽ പ്രക്ഷോഭം തുടരാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. കെ പി അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കെ പി, വെരി ഗുഡ് മോർണിംഗ്. സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ജൻസി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ പ്രക്ഷോഭത്തിനൊടുവിൽ തീരുമാനം പിൻവലിക്കാൻ, ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധിച്ച ഉള്ള തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും അതിനപ്പുറം പ്രധാനമന്ത്രി രാജിവെക്കുന്നത് വരെ ഈ പ്രക്ഷോഭം തുടരാനാണ് ജൻസികളുടെ തീരുമാനം, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ജൻസി എന്ന പ്രയോഗം തന്നെ നമ്മൾ അടുത്ത കാലത്താണ് കേട്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ലോകശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രക്ഷോഭം തന്നെയാണ് നേപ്പാളിൽ നടന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ആ പ്രക്ഷോഭം ആളിപ്പടരുകയും ഒരുപക്ഷെ സർക്കാരിനോ ഭരണകൂടത്തിനോ ആ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തതോടു കൂടിയാണ് നേപ്പാൾ സർക്കാർ നിർണായകമായി തീരുമാനം എടുത്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നേപ്പാൾ സർക്കാർ നീക്കിയത്. താൽക്കാലികമായിട്ടായിരുന്നു ഈ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എങ്കിൽ പോലും ആ വിലക്കിന് എതിരെ ജൻസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ആയിട്ടുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും ആ പ്രക്ഷോഭം അക്രമാസക്തമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അടിയന്തരമായ ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടതായി വാർത്താ വിതരണ മന്ത്രി പൃഥ്വി ശുഭ ഗുരുങ് വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് യുവാക്കളോട് മന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ കലാപത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രക്ഷോഭം എത്തുകയും അങ്ങനെ 19 പേർ മരണപ്പെടുകയും 300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ലേഖക് രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നായി ഈ പ്രക്ഷോഭം ആളിപ്പടർന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ 26 സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള താൽക്കാലികമായ വിലക്ക് നീക്കാൻ നേപ്പാൾ സർക്കാർ തയ്യാറായത്. നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചയോട് കൂടിയാണ്, അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്കിനെ തുടർന്ന് ഒരു പ്രക്ഷോഭം ആരംഭിച്ചത്. തുടക്കത്തിൽ അത് ഒരു ചെറിയ പ്രക്ഷോഭം ആയിരുന്നു. ഏതാനും യുവാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും ആ കൂട്ടായ്മ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തത്. എന്നാൽ വളരെ പെട്ടെന്ന് ആ കൂട്ടായ്മയുടെ അംഗബലം വർദ്ധിച്ചു എന്ന് മാത്രവുമല്ല, 10,000-കണക്കിന് ജൻസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ബാനറുകളും ഫ്ലെക്സുകളുമായി തലസ്ഥാനമായി കാഠ്മണ്ഡുവിൽ അടക്കം നിലയുറപ്പിക്കുകയും ചെയ്തു. ഒപ്പം പാർലമെന്റ് മന്ദിരം, അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിലേക്ക് അടക്കം ഈ പ്രതിഷേധക്കാർ ഇരച്ചെത്തുകയും അവിടെ അക്രമം അഴിച്ചുപിടിക്കുകയും തീയിടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം ഉണ്ടായി. നിരവധി വാഹനങ്ങൾ അടക്കം അഗ്നിക്ക് ഇരയാക്കിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. മാത്രവുമല്ല, ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സൈന്യത്തെ അടക്കം ഉപയോഗിച്ചു എങ്കിൽ പോലും പ്രക്ഷോഭകാരികൾ പിന്തിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നായി പ്രക്ഷോഭം മാറുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, അതായത് 26 സാമൂഹിക മാധ്യമങ്ങളെ വിലക്കേണ്ട കടുത്ത തീരുമാനത്തിലേക്ക് നേപ്പാൾ സർക്കാർ എത്തിയത് അവിടുത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ആണ്. അതായത് രാജ്യസുരക്ഷയെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നു എന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് കോടതി തന്നെ ആണ് സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതായത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന, നേപ്പാളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അതിന് ചില മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേപ്പാൾ സർക്കാർ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ രാജ്യസുരക്ഷയുടെ പേരിൽ ആണ് ഈ നിരോധനം നിലവിൽ ഏർപ്പെടുത്തിയത് എങ്കിൽ പോലും ഈ ജൻസി വിഭാഗം പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതായത് ഈ സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത അഴിമതി ആരോപണങ്ങൾ സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. അതിന് ഒരു തടയിടുക എന്നുള്ള കുബുദ്ധി കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളും ചർച്ചകളും ഒക്കെയും ഈ ജൻസി വിഭാഗത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ.
തീർച്ചയായും ആര്യ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി നേപ്പാളിൽ യുവാക്കൾ ആയിട്ടുള്ളവർ അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക അസ്ഥിരത രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകളെ അതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രവുമല്ല, യുവാക്കൾക്ക് ഉൾപ്പെടെ കൃത്യമായ തൊഴിലിടങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ആണ് നേപ്പാളിൽ ഉള്ളത് എന്നതാണ് അവിടുത്തെ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. ഇത്തരം പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ KP ശർമ്മ ഒലി നേതൃത്വം നൽകുന്ന സർക്കാർ അവിടെ വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനവും യുവാക്കൾക്ക് ഇടയിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഈ സാമ്പത്തിക അസ്ഥിരത, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നേപ്പാളിൽ വലിയ തോതിൽ ചർച്ചയാകപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത്. ഈ ചർച്ചകളെ ആളിപ്പടർത്തുന്ന തരത്തിൽ ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നേപ്പാളിൽ ധാരാളമായിട്ടുണ്ട്. അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി സർക്കാരിന് എതിരായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന നിരവധിയായ ആളുകൾ നേപ്പാളിൽ ഉണ്ട്. യൂട്യൂബർമാർ, ഇൻഫ്ലുവൻസർമാർ ഉണ്ട്. ഇവരൊക്കെ സർക്കാരിനെതിരായ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നതിന് ഇടയിലായിരുന്നു വളരെ പ്രധാനപ്പെട്ട തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സർക്കാർ ഇതിൽ നൽകുന്ന വിശദീകരണം എന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിലക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, വിലക്കിയ നടപടിയെ ഒരു തരത്തിലും തിരുത്തേണ്ട ഒന്നായി കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ നേപ്പാൾ സർക്കാരുമായി ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു നിബന്ധനയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിബന്ധന പാലിക്കുന്ന എല്ലാ സാമൂഹിക മാധ്യമങ്ങൾക്കും, അത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളാണെങ്കിലും അവയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല എന്നാണ് നേപ്പാൾ സർക്കാർ വ്യക്തമാക്കുന്നത്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഇപ്രകാരം നേപ്പാൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് ആര്യ, ഈ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളെ ഒരുമിപ്പിച്ച് നിർത്തിയത് നിലവിൽ നേപ്പാളിൽ ഈ അനുമതി ലഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നതാണ്. ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെയാണ് ജൻസികൾ ഒരുമിക്കുകയും അവർ കൂട്ടായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ 26 സാമൂഹിക മാധ്യമങ്ങൾ, യൂട്യൂബ് ഉൾപ്പെടെ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഈ നിർദ്ദേശം പാലിക്കാൻ തയ്യാറായില്ല. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള സമയം ആയിരുന്നു ഈ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനായി സമയം അനുവദിച്ചത്. ആ സമയത്തിന് ശേഷവും രജിസ്റ്റർ ചെയ്യാത്ത സാമൂഹിക മാധ്യമങ്ങൾക്ക് ആണ് താൽക്കാലികമായ വിലക്ക് ഏർപ്പെടുത്തിയത്. മാത്രവുമല്ല, ഇതിൽ സർക്കാർ പറയുന്നത് ഇത്തരം സാമൂഹിക മാധ്യമങ്ങൾ, അത് നമുക്കറിയാമല്ലോ ആര്യ, പല സാമൂഹിക മാധ്യമങ്ങളുടെയും പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കപ്പെടുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളാണ് ഈ ആപ്പുകൾ എല്ലാം തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയൊരു ശതമാനം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് ഈ ആപ്പിൻ്റെ നിർമ്മാതാക്കളും നിയന്ത്രണം നടത്തുന്നവരുമാണ്. അങ്ങനെ രാജ്യത്തെ സമ്പത്തിൻ്റെ വലിയൊരു വിഭാഗം ഇവർ കൈയടക്കുകയും എന്നാൽ ഒരു തരത്തിലും രാജ്യത്തെ നിയന്ത്രണങ്ങൾ ഇവർക്ക് ബാധകവും അല്ലാത്ത ഒരു സംവിധാനം തുടർന്നു പോകാൻ സാധിക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചൊരു പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ നമ്മുടെ രാജ്യത്തേതുപോലെ തന്നെ ഇന്ത്യയിലേതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന പരാതികൾ വ്യാപകമാണ് നേപ്പാളിൽ. അങ്ങനെ ഉണ്ടാകുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് അവിടെ ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നേപ്പാൾ പൗരന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം ഉണ്ടാകണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് നേപ്പാൾ സർക്കാരിൻ്റെ അവകാശവാദം. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ആര്യ സൂചിപ്പിക്കുന്നത് പോലെ ജൻസി പ്രക്ഷോഭം എന്നത് കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും ഏതൊരു രാജ്യത്തിനും അവരുടെ ആഭ്യന്തര സുരക്ഷ എന്നത് പ്രധാനപ്പെട്ടതാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ രാജ്യത്ത് അടക്കം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അനുമതിയുള്ള ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മുടെ രാജ്യത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ രണ്ട് തട്ടിൽ ആണ് ഇപ്പോൾ സർക്കാരും ജൻസികളും ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ ഇപ്പോഴും ജൻസികളുടെ പ്രക്ഷോഭത്തെ അനുകൂലിക്കുന്നില്ല. നിലവിൽ പ്രക്ഷോഭം കൈവിട്ടു പോയ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ താൽക്കാലികമായ വിലക്ക് എടുത്തു കളഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് KP അഭിലാഷ്, എന്തായാലും